അങ്ങനെ നമ്മുടെ അനി നന്ദുവും ബീച്ചിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുന്നത് നമ്മുടെ നവീൻ കണ്ടുകൊണ്ട് വരുന്നുണ്ട്. നവീൻ മനസ്സിൽ വിചാരിക്കേണ്ട അവനിട്ട് ഞാൻ ഒരു പണി കൊടുത്തേ പറ്റൂ എന്നൊക്കെ വിചാരിച്ചിട്ട് ആലോചിച്ചിട്ട് തിരിച്ചു പോകുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ അബി നവ്യോട് പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയും അനിയുമായിട്ടുള്ള ബന്ധം നടക്കില്ലെന്ന് എനിക്കൊരു പേടിയാവുന്നുണ്ട്. അവൻ ഇപ്പോഴും നന്ദുവിൻ്റെ പിന്നിൽ നടക്കണ്ടോയെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നവ്യ പറയുന്നുണ്ട്, അതെങ്ങനെ നടക്കാനാ, ഈ വീട്ടിലെ എല്ലാവരും അവർക്ക് എതിരല്ലേ, അബിയുടെ അമ്മ പോലും അവളെ ഈ വീട്ടിൽ ഒരിക്കലും കയറ്റില്ല എന്നല്ലേ പറയണേ, പിന്നെ എങ്ങനെ ആ ബന്ധം നടക്കാനാണ് എന്ന് പറയുന്നുണ്ട്. എന്തായാലും പിന്നെ കാണിക്കേണ്ടത് നമ്മുടെ എനിക്ക് ഒരു സമാധാനം ഇല്ലാഞ്ഞിട്ട് നന്ദുവിനെ വിളിക്കേണ്ടത്. എന്നിട്ട് പറയുന്നുണ്ട്, എടി എനിക്കൊരു വിദ്യ പറഞ്ഞതാ, എങ്ങനെ ഈ കല്യാണ നിശ്ചയം ഒന്ന് മുടക്കുക എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ നന്ദു പറയുന്നത്, ഞാൻ എന്ത് പറയാനാണ്, എൻ്റെ മനസ്സിൽ ഒരു ഐഡിയയും തോന്നണില്ല എന്ന് പറയുന്നുണ്ട്. അയ്യോ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ, എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞു താന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ നന്ദു ഒന്നും എന്ത് പറയാനാന്ന് പറഞ്ഞിട്ട് കട്ടാക്കുന്നുണ്ട്. പിന്നെ കാണിക്കേണ്ടത് എന്തായാലും നമ്മുടെ നവ്യ ആവന്തികയ്ക്ക് ഒരു പണി കൊടുക്കുന്നുണ്ട്. എന്തായാലും അവൾ അങ്ങനെ അഭിനയിച്ചിട്ട് അനിയുടെ ജീവിതം നശിപ്പിക്കേണ്ട, അവനൊരു പാവാണ്, അവനും നന്ദു എന്തായാലും ഒന്നിക്കട്ടെ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ട് അവളൊരു ഫോണിൽ നിന്ന് മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ അനാമികയ്ക്ക്. എന്തായാലും അനാമിക ആ മെസ്സേജും കൊണ്ട് അവളുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് പറയുന്നുണ്ട്, അനിയും ആവന്തികയായിട്ടുള്ള കല്യാണ നിശ്ചയം നടന്ന ഏറ്റവും കൂടുതൽ ഇതിന് ഗുണം കിട്ടാൻ പോണത് അനിക്കാണെന്ന് പറഞ്ഞിട്ട് ആ അജ്ഞാത മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അനി നിശ്ചയം നമ്മൾ തടഞ്ഞേ പറ്റൂ എന്ന് പറയുന്നുണ്ട് അനാമിക. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിലെത്താൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.